ഹിസ്റ്ററി ടിപ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിപിൻ ചന്ദ്രയുടെ മോഡേൺ ഇന്ത്യയിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 18ാം നൂറ്റാണ്ടിലെ ഇന്ത്യ എന്നുള്ളതാണ് ചാപ്റ്ററിൻ്റെ പേര്. ഇനി അവധിൻ്റെ അവസ്ഥ എന്തായിരുന്നു 18ാം നൂറ്റാണ്ടിൽ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. 1722 ഗവർണറായി നിയമിക്കപ്പെട്ട സാദത്ത് ഖാൻ ബർഹാനുൽ മുൽക്കാണ് സ്വതന്ത്ര രാജ്യമായ അവധിൻ്റെ സ്ഥാപകൻ. അവധിൻ്റെ സ്ഥാപകൻ ആരാണ്? 1722 ഗവർണറായി നിയമിക്കപ്പെട്ട സാദത്ത് ഖാൻ ബർഹാനുൽ മുൽക്കാണ് സ്വതന്ത്ര രാജ്യമായ അവധിൻ്റെ സ്ഥാപകൻ. ധീരനും ഊർജ്ജസ്വലനും ദൃഢചിത്തനും ബുദ്ധിമാനുമായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ നിയമന സമയത്ത് പ്രവിശ്യയുടെ എല്ലാ ഭാഗങ്ങളിലും കലാപക്കാരായിട്ടുള്ള ജമീന്ദാർമാർ തലയുയർത്തി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവർ ഭൂനികുതി അടയ്ക്കാൻ വിസമ്മതിക്കുകയും സ്വകാര്യ സൈന്യത്തെ സംഘടിപ്പിക്കുകയും കോട്ടകൾ കെട്ടുകയും സാമ്രാജ്യ സർക്കാരിനെ വെല്ലുവിളിക്കുകയും ചെയ്തു. അപ്പോൾ സാദത്ത് ഖാൻ ബർഹാനുൽ മുൽക്ക് ഒരു ഊർജ്ജസ്വലനായിട്ടുള്ള ദൃഢചിത്തനായിട്ടുള്ള ബുദ്ധിമാനായിട്ടുള്ള ഒരു ഗവർണറായിരുന്നു. അദ്ദേഹം നിയമിതനായത് 1722 അദ്ദേഹത്തിൻ്റെ നിയമന സമയത്ത് പ്രവിശ്യയുടെ എല്ലാ ഭാഗങ്ങളിലും കലാപകാരികളുണ്ടായിരുന്നു. അവർ ഭൂനികുതി അടയ്ക്കാൻ വിസമ്മതിക്കുകയും സ്വകാര്യ സൈന്യത്തെ സംഘടിപ്പിച്ചുകൊണ്ട് കോട്ടകൾ കെട്ടുകയും സാമ്രാജ്യ സർക്കാരിനെ വെല്ലുവിളിക്കുകയും ചെയ്തു. ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് അദ്ദേഹം ഗവർണറായിട്ട് നിയമിതനാവുന്നത്. വർഷങ്ങളോളം അദ്ദേഹത്തിന് അവരോട് യുദ്ധം ചെയ്യേണ്ടി വന്നു. നിയമരാഹിത്യം അടിച്ചൊതുക്കാനും വലിയ ജമീന്ദാർമാരെ അച്ചടക്കമുള്ളവരാക്കാനും ഗവൺമെൻറ്റിൻ്റെ സമ്പത്ത് വർദ്ധിപ്പിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. വിവിധ ഔദാര്യങ്ങളിലൂടെ മുഖ്യന്മാരെയും ജമീന്ദാർമാരെയും അദ്ദേഹം അനുനയിപ്പിച്ചു. പരാജിതരാക്കപ്പെട്ട ജമീന്ദാർമാരെ അദ്ദേഹം ഒരിക്കലും നിഷ്കാസനം ചെയ്തില്ല. അവർ കീഴടങ്ങി ഭൂനികുതി ക്രമമായി അടച്ചുകൊള്ളാമെന്ന് സമ്മതിച്ച ശേഷം അവരെ തങ്ങളുടെ ഭൂമിയിൽ സ്ഥിരപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 1722 അവധിലെ ഗവർണറായി നിയമിക്കപ്പെട്ട വ്യക്തിയായിരുന്നു ആര്? സാദത്ത് ഖാൻ ബർഹാനുൽ മുൽക്ക്. അപ്പോൾ ധീരനായിട്ടുള്ള അദ്ദേഹം നിരന്തരം അവിടെ നടന്ന കലാപകാരികളോട് യുദ്ധം ചെയ്തുകൊണ്ട് തൻ്റെ പ്രദേശത്തെ ശക്തമായി തന്നെ നിലനിർത്താൻ അദ്ദേഹത്തിന് സാധിച്ചു. സാദത്ത് ഖാൻ 1723 പുതിയൊരു നികുതി നിർണയം നടത്തി. ന്യായമായി നികുതി പിരിച്ചും വലിയ ജമീന്ദാർമാരുടെ പീഡനങ്ങളിൽ നിന്ന് സംരക്ഷിച്ചും കർഷകൻ്റെ നില അദ്ദേഹം മെച്ചപ്പെടുത്തി എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ 1723 അതായത് അദ്ദേഹം വന്ന് പിറ്റത്തെ വർഷം തന്നെ അദ്ദേഹം ഒരു പുതിയ ഭൂനികുതി നിർണയം നടത്തി. കർഷകൻ്റെ നില മെച്ചപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു നികുതി സമ്പ്രദായമായിരുന്നു അത്. ബംഗാളിലെ നവാബുമാരെ പോലെ അദ്ദേഹവും ഹൈന്ദവരോടും മുസ്ലിങ്ങളോടും വേർതിരിവ് കാണിച്ചില്ല. അദ്ദേഹത്തിൻ്റെ പല സൈന്യാധിപന്മാരും ഉയർന്ന ഉദ്യോഗസ്ഥരും ഹിന്ദുക്കളുമായിരുന്നു. പ്രശ്നക്കാരായ ജമീന്ദാർമാരെയും മുഖ്യന്മാരെയും പ്രഭുക്കന്മാരെയും മതം ഏതെന്ന് നോക്കാതെ അദ്ദേഹം നിലക്ക് നിർത്തി. നന്നായി വേതനം നൽകപ്പെട്ടവരും മെച്ചപ്പെട്ട ശിക്ഷണം ലഭിച്ചവരുമായിരുന്നു അദ്ദേഹത്തിൻ്റെ സേനാനികൾ. അദ്ദേഹത്തിൻ്റെ ഭരണം കാര്യക്ഷമമായിരുന്നു. അദ്ദേഹവും ജാഗീർ സമ്പ്രദായം നിലനിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1739 മരണത്തിന് മുമ്പ് അദ്ദേഹം തികച്ചും സ്വതന്ത്രനായി തീർന്നിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പ്രവിശ്യ പാരമ്പര്യ അവകാശമാക്കി മാറ്റി. അനന്തരവനായ സഫ്ദർ ജംഗ് അദ്ദേഹത്തിൻ്റെ അനന്തരാവകാശിയായിട്ട് മാറി. അതേസമയം 1748 സാമ്രാജ്യത്തിൻ്റെ വസീറാക്കുകയും സഫ്ദർ ജംഗിനെ സാമ്രാജ്യത്തിൻ്റെ വസീറാക്കപ്പെടുകയും അലഹബാദ് പ്രവിശ്യ അധികമായി നൽകുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു പാരഗ്രാഫിൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ നോക്കണം? ബംഗാളിലെ നവാബുമാരെ പോലെ അദ്ദേഹവും ഹൈന്ദവരോടും മുസ്ലിങ്ങളോടും ഒരു തരത്തിലുള്ള വേർതിരിവും കാണിച്ചിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഉയർന്ന ഉദ്യോഗങ്ങളിലെല്ലാം ഹൈന്ദവരെ നിയമിച്ചിരുന്നു. പ്രശ്നക്കാരായ ജമീന്ദാർമാരെയും മുഖ്യന്മാരെയും അദ്ദേഹം മതമേതെന്ന് നോക്കാതെ നിലക്ക് നിർത്തിയിട്ടുണ്ടായിരുന്നു. നന്നായി വേതനം നൽകപ്പെട്ടവരും മെച്ചപ്പെട്ട ശിക്ഷണം ലഭിച്ചവരുമായിരുന്നു അദ്ദേഹത്തിൻ്റെ സേനാനികൾ. അദ്ദേഹത്തിൻ്റെ ഭരണം കാര്യക്ഷമമായിട്ടുള്ള ഭരണമായിരുന്നു. അദ്ദേഹവും ജാഗീർ സമ്പ്രദായത്തെ നിലനിർത്തിയിരുന്നു. അപ്പോൾ 1739 അദ്ദേഹം മരിക്കുന്നത്. 1722 അദ്ദേഹം ഗവർണറായി നിയമിതനായി. 23 അദ്ദേഹം ഒരു
പുതിയ നികുതി നയം, അതായത് കർഷകർക്ക് പ്രാധാന്യം നൽകുന്ന, അവരെ ചൂഷണം ചെയ്യാത്ത രീതിയിലുള്ള ഒരു നികുതി നയം കൊണ്ടുവന്നു. 1739 മരണത്തിന് മുമ്പ് അദ്ദേഹം പൂർണ്ണമായും സ്വതന്ത്രനായി. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പ്രവിശ്യ പാരമ്പര്യ അവകാശമായി മാറി. അദ്ദേഹം അനന്തരാവകാശി സഫ്ദർജംഗ് അധികാരത്തിൽ വന്നു. അദ്ദേഹത്തിൻ്റെ മകനായിരുന്നു അദ്ദേഹം. 1748 സാമ്രാജ്യത്തിൻ്റെ വസീറായി മാറുകയും അലഹാബാദ് പ്രവിശ്യ അധികമായി അദ്ദേഹത്തിന് നൽകപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. 1754 മരണത്തിന് മുമ്പ് അവധിലെയും അലഹബാദിലെയും ജനങ്ങൾക്ക് സഫ്ദർജംഗ് സമാധാനത്തിൻ്റെ ഒരു നീണ്ട കാലയളവ് നൽകിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം കലാപകാരികളായ ജമീന്ദാർമാരെ അടിച്ചമർത്തി മറ്റുള്ളവരെ അനുനയിപ്പിച്ചു. മറാത്തക്കാരുടെ ആക്രമണത്തിൽ നിന്ന് തൻ്റെ പ്രദേശങ്ങളെ രക്ഷിക്കാൻ അവരുമായിട്ടൊരു സഖ്യമുണ്ടാക്കുകയും ചെയ്തു. ഷെയ്ഖ് സർദാർമാരുടെയും രജപുത്രരുടെയും വിധേയത്വം നേടിയെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. റൊഹേലർക്കും ബംഗാഷ് പഠാന്മാർക്കുമെതിരെ അദ്ദേഹം യുദ്ധം നടത്തി. 1750-51 ബംഗാഷ് പഠാന്മാർക്കെതിരായ യുദ്ധത്തിൽ 25,000 രൂപ ദിനബത്തം നൽകി മറാത്തരുടെ സൈനിക സഹായവും 15,000 രൂപ ദിവസവും നൽകി ജാട്ട് സഹായവും അദ്ദേഹം കരസ്ഥമാക്കി. പേഷ്വയുമായി ഒരു ഉടമ്പടിയിൽ ഏർപ്പെട്ടു. അതനുസരിച്ച് പേഷ്വ മുഗൾ സാമ്രാജ്യത്തെ അഹമ്മദ് ഷാ അബ്ദാലിക്കെതിരായിട്ട് സഹായിക്കുകയും ഇന്ത്യയിലെ പഠാന്മാരും രജപുത്ര രാജാക്കന്മാരും പോലുള്ള ആഭ്യന്തര കലാപകാരികളിൽ നിന്ന് അതിനെ സംരക്ഷിക്കുകയും വേണമായിരുന്നു. അതിന് പകരമായി പേഷ്വയ്ക്ക് 50 ലക്ഷം രൂപയും പഞ്ചാബ്, സിന്ധ്, ഉത്തരേന്ത്യയിലെ അനേകം ജില്ലകൾ എന്നിവയുടെ ചൗത്ത് നൽകുകയും അദ്ദേഹത്തെ അജ്മീറിൻ്റെയും ആഗ്രയുടെയും ഗവർണറാക്കുകയും ചെയ്തു. എന്നാൽ പേഷ്വ സഫ്ദർജംഗിൻ്റെ ഡൽഹിയിലെ ശത്രുപക്ഷത്തേക്ക് നീങ്ങിയതുകൊണ്ട് ഉടമ്പടി പരാജയപ്പെട്ടു. അവർ അദ്ദേഹത്തിന് അവധിലെയും അലഹബാദിലെയും ഗവർണർ സ്ഥാനം വാഗ്ദാനം ചെയ്തിട്ടായിരുന്നു. അതായത് ശത്രുപക്ഷത്തുള്ളവർ അദ്ദേഹത്തിന് അവധിലെയും അലഹബാദിലെയും ഗവർണർ സ്ഥാനം വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു പാരഗ്രാഫിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്? 1754 സഫ്ദർജംഗ് മരണപ്പെട്ടു. അതിൻ്റെ മുമ്പ് തന്നെ അവധിൽ ഒരു സമാധാനം സ്ഥാപിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം കലാപകാരികളായ ജമീന്ദാർമാരെ അടിച്ചമർത്തി മറ്റുള്ളവരെ അനുനയിപ്പിച്ചു. അപ്പോൾ മറാത്തരുടെ ആക്രമണത്തിൽ നിന്ന് തൻ്റെ പ്രദേശത്തെ രക്ഷിക്കാൻ അവരുമായി ഒരു സഖ്യമുണ്ടാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ഷെയ്ഖ് സർദാർമാരുടെയും രജപുത്രരുടെയും വിധേയത്വം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് സഫ്ദർജംഗിൻ്റെ കീഴിലുള്ള അവധിലെ ഭരണത്തിന് സാധിച്ചിട്ടുണ്ട്. റൊഹൈലർക്കും ബംഗാഷ് പഠാന്മാർക്കുമെതിരെ ആര് യുദ്ധം നടത്തി? സഫ്ദർജംഗ് യുദ്ധം നടത്തി. റൊഹൈലർക്കും ബംഗാഷ് പഠാന്മാർക്കുമെതിരെ യുദ്ധം നടത്തി. അതുപോലെ തന്നെ ഷെയ്ഖ് സർദാർമാരുടെയും രജപുത്രരുടെയും വിധേയത്വം നേടിയെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. 1750-51 കാലയളവിലാണ് ബംഗാഷ് പഠാന്മാർക്കെതിരായ യുദ്ധം നടത്തിയത്. അതിൽ 25,000 രൂപ ദിനബത്തം നൽകി മറാത്തരുടെ സൈനിക സഹായം അദ്ദേഹം വാങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ 15,000 രൂപ ദിവസവും നൽകിക്കൊണ്ട് ജാട്ട് സഹായവും വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത്രത്തോളം സാമ്പത്തിക ശേഷി ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ബംഗാഷ് പഠാന്മാരെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് 1750-51 കാലയളവിൽ സഫ്ദർജംഗിൻ്റെ നേതൃത്വത്തിലുള്ള അവധിലെ ഭരണാധികാരികൾ എന്ത് ചെയ്തു? 25,000 രൂപ മറാത്തർക്ക് നൽകിക്കൊണ്ട് സൈനിക സഹായം ആവശ്യപ്പെട്ടു. 15,000 രൂപ ദിവസവും നൽകിക്കൊണ്ട് ജാട്ടുകളുടെ സഹായം ആവശ്യപ്പെട്ടു. പിന്നീട് അദ്ദേഹം പേഷ്വയുമായിട്ടൊരു ഉടമ്പടിയിൽ ഏർപ്പെട്ടു. ഈ ഉടമ്പടിയിൽ അതായത് അന്നത്തെ മുഗൾ സാമ്രാജ്യത്തിൻ്റെ ഭരണാധികാരിയായിരുന്ന അഹമ്മദ് ഷാ അബ്ദാലിക്കെതിരെ ഇവരെ സഹായിക്കണമെന്നുള്ള വ്യവസ്ഥയിലായിരുന്നു ആ ഒരു ഉടമ്പടി. പകരം അവർക്ക് എന്തു കൊടുക്കും? അഹമ്മദ് ഷാ അബ്ദാലിക്കെതിരെ സഹായിക്കുകയും അതുപോലെ ഇന്ത്യയിലെ പഠാന്മാരും രജപുത്ര രാജാക്കന്മാരും പോലെയുള്ള ആഭ്യന്തര കലാപകാരികളിൽ നിന്ന് അവരെ രക്ഷിക്കുകയും വേണം. ഇതിന് പകരമായിട്ട് എന്തു ചെയ്യും? പേഷ്വയ്ക്ക് 50 ലക്ഷം രൂപയും പഞ്ചാബ്, സിന്ധ്, ഉത്തരേന്ത്യയിലെ അനേകം ജില്ലകൾ എന്നിവയുടെ ചൗത്തും നൽകുകയും മാത്രമല്ല അദ്ദേഹത്തെ അജ്മീറിൻ്റെയും ആഗ്രയുടെയും ഗവർണറാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ എന്ത് ചെയ്തു? പേഷ്വ സഫ്ദർജംഗിനെ ചതിച്ചു. അദ്ദേഹം എന്ത് ചെയ്തു? ഡൽഹിയിലെ ശത്രുപക്ഷത്തേക്ക്, അതായത് അഹമ്മദ് ഷാ അബ്ദാലിയുടെ പക്ഷത്തേക്ക് ചേർന്നു.
ഇതോടുകൂടി ആ ഒരു ഉടമ്പടി പരാജയപ്പെടുകയാണ് ചെയ്തത്. ഡൽഹിയുടെ ശത്രുപക്ഷത്തുള്ളവർ അദ്ദേഹത്തിന് അലഹബാദിലെയും അതുപോലെ ഔദിലെയും ഗവർണർ സ്ഥാനം വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി സഫ്ദർജംഗ് ന്യായയുക്തമായിട്ടുള്ള ഒരു നീതിന്യായ സംവിധാനം കൊണ്ടുവന്നിട്ടുണ്ട്. അദ്ദേഹവും ഉദ്യോഗ നിയമനങ്ങളിൽ ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും നടുവിൽ വ്യത്യാസങ്ങൾ കാണിച്ചിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ രാജ്യത്തിലെ ഏറ്റവും ഉയർന്ന സ്ഥാനം ഒരു ഹിന്ദുവായ മഹാരാജ നവാബ് റായി ആണ് വഹിച്ചത്. അപ്പോൾ ഭരണകാര്യങ്ങളിൽ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഒരേ പ്രാതിനിധ്യമായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുള്ള ഒരു പ്രധാനപ്പെട്ട തെളിവാണ് ഹിന്ദുവായ മഹാരാജ നവാബ് റായ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ രാജ്യത്തിലെ ഏറ്റവും ഉയർന്ന സ്ഥാനം വഹിച്ചിരുന്നത്. നവാബുമാരുടെ ഭരണത്തിന് കീഴിലെ സമാധാനത്തിൻ്റെയും പ്രഭുക്കന്മാരുടെ സാമ്പത്തിക അഭിവൃദ്ധിയുടെയും നീണ്ടകാലം അവധ് രാജസദസ്സിനെ ചുറ്റിപ്പറ്റി വ്യക്തമായ ഒരു ലക്നൗ സംസ്കാരത്തിൻ്റെ വളർച്ചയ്ക്ക് കാരണമായി. ഏറെ നാൾ അവധിലെ പ്രധാന പട്ടണവും 1775 ശേഷം നവാബുമാരുടെ ആസ്ഥാനവുമായിരുന്ന ലക്നൗ താമസിയാതെ കലയുടെയും സാഹിത്യത്തിൻ്റെയും സംരക്ഷണത്തിൽ ഡൽഹിയെ പിന്നിലാക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ അവധിലെ ഭരണാധികാരികൾ നല്ല കാര്യക്ഷമതയുള്ളവരായിരുന്നു. അവരുടെ കീഴിൽ കുറേ കാലം നല്ല സമ്പൽ സമൃദ്ധിയോടുള്ള അതുപോലെ സമാധാനത്തോടുള്ള ഒരവസ്ഥ എവിടെ വന്നു? അവധിൽ വന്നു. ഇങ്ങനെ വന്നപ്പോൾ 1775 ശേഷം ഈ നവാബുമാരുടെ ആസ്ഥാനമായിരുന്ന ഈ ലക്നൗ കലയുടെയും സാഹിത്യത്തിൻ്റെയും സംരക്ഷണത്തിൽ ഡൽഹിയെ പിന്നിലാക്കി. അപ്പോൾ കൈവേലകളുടെ ഒരു പ്രധാന കേന്ദ്രമായിട്ടും എന്ത് ചെയ്തു? ലക്നൗ വളരാൻ തുടങ്ങി. പ്രാദേശിക മുഖ്യന്മാരുടെയും ജമീന്ദാർമാരുടെയും സംരക്ഷണത്തിലുള്ള പട്ടണങ്ങളിലേക്ക് ഇത്തരം കൈവേലകളും സംസ്കാരവും ഒക്കെ വ്യാപിക്കാൻ തുടങ്ങി. സഫ്ദർജംഗ് വ്യക്തി ജീവിതത്തിൽ ഉയർന്ന ധാർമ്മിക നിലവാരം പുലർത്തിയ വ്യക്തിയായിരുന്നു. തൻ്റെ ജീവിതകാലം മുഴുവൻ ഏക ഭാര്യയോടൊത്തും മാത്രം അദ്ദേഹം ജീവിച്ചു. വാസ്തവത്തിൽ സ്വതന്ത്ര രാജ്യങ്ങളായി തീർന്ന ഹൈദരാബാദിൻ്റെയും ബംഗാളിൻ്റെയും അവധിൻ്റെയും സ്ഥാപകരെല്ലാവരും, അതായത് നിസാമുൽ മുൽക്ക്, മുർഷിദ് ഖൂലി ഖാൻ, അലി വർദി ഖാൻ, സാദത്ത് ഖാൻ, സഫ്ദർജംഗ് എന്നിവരും വ്യക്തിപരമായി ഉയർന്ന ധാർമ്മികത പുലർത്തിയവരായിരുന്നു. അപ്പോൾ സഫ്ദർജംഗ് വ്യക്തി ജീവിതത്തിൽ ഉയർന്ന ധാർമ്മിക നിലവാരം പുലർത്തിയവരായിരുന്നു. തൻ്റെ ജീവിതകാലം മുഴുവൻ ഏക ഭാര്യയോടൊത്തും മാത്രമായിരുന്നു അദ്ദേഹം ജീവിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വാസ്തവത്തിൽ സ്വതന്ത്ര രാജ്യങ്ങളായി തീർന്ന ഹൈദരാബാദിൻ്റെയും ബംഗാളിൻ്റെയും അവധിൻ്റെയും സ്ഥാപകർ എല്ലാവരും, അതായത് നിസാമുൽ മുൽക്ക്, മുർഷിദ് ഖൂലി ഖാൻ, അലി വർദി ഖാൻ, സാദത്ത് ഖാൻ, സഫ്ദർജംഗ് എന്നിവരും വ്യക്തിപരമായിട്ട് ഉയർന്ന ധാർമ്മിക നിലവാരം പുലർത്തിയ വ്യക്തികളായിരുന്നു. അവരെല്ലാവരും തന്നെ തീർത്തും ലളിതവും അനാർഭാടവുമായ ജീവിതം നയിച്ചു. 18ാം നൂറ്റാണ്ടിലെ എല്ലാ പ്രമുഖ ഭൂപ്രഭുക്കന്മാരും ആഡംബരപൂർണവും ആർഭാടപൂർണവുമായ ജീവിതം നയിച്ചു എന്ന വിശ്വാസം ശരിയല്ല. കാരണം മുൻകഴിഞ്ഞ നമ്മൾ പറഞ്ഞ അവധിലെയും ബംഗാളിലെയും സ്ഥാപകരായിട്ടുള്ള ഭരണാധികാരികളുടെ എല്ലാം രീതികൾ അങ്ങനെ ആയിരുന്നില്ല. അവർ ലാളിത്യത്തിലുള്ള ജീവിതമായിരുന്നു നയിച്ചിരുന്നത്. പരസ്യമായ രാഷ്ട്രീയ ജീവിതത്തിൽ മാത്രമാണ് അവർ വഞ്ചനയും ഗൂഢാലോചനയും ചതിപ്രയോഗവും നടത്തിയിരുന്നത്. മൈസൂരിനെ കുറിച്ചാണ് പറയാനുള്ളത്. ഹൈദരാബാദ് കഴിഞ്ഞാൽ ദക്ഷിണേന്ത്യയിൽ പൊങ്ങി വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി ഹൈദരാലിയുടെ കീഴിലുള്ള മൈസൂരായിരുന്നു. വിജയനഗര സാമ്രാജ്യത്തിന് ശേഷം എക്കാലത്തും മൈസൂർ രാജ്യം ദുർഘടമായ സ്വാതന്ത്ര്യം കാത്തുസൂക്ഷിച്ചിട്ടുണ്ട്. പേരിന് മാത്രമേ അവർ മുഗൾ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നുള്ളൂ. 18ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ മൈസൂരിൽ ചിക്ക കൃഷ്ണരാജ രാജാവിനെ മൈസൂരിൽ ഒരു പാവയാക്കിക്കൊണ്ട് 2 മന്ത്രിമാർ, സർവാധികാരിയായ നഞ്ചരാജും ദളവയായ ദേവരാജും അധികാരം പിടിച്ചെടുത്തു. അപ്പോൾ 18ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ മൈസൂരിലെ ചിക്ക കൃഷ്ണരാജ രാജാവിനെ പാവയാക്കിക്കൊണ്ട് 2 മന്ത്രിമാർ, സർവാധികാരിയായ നഞ്ചരാജും ദളവയായ ദേവരാജും അധികാരം പിടിച്ചെടുത്തു. അപ്പോൾ 1721 അറിയപ്പെടാത്ത ഒരു കുടുംബത്തിൽ പിറന്ന ഹൈദരാലി മൈസൂർ സൈന്യത്തിൽ താഴ്ന്ന ഒരു ഉദ്യോഗസ്ഥനായി ജീവിതം ആരംഭിച്ചു. വിദ്യാഭ്യാസം ലഭിച്ചില്ലെങ്കിലും ബുദ്ധികൂർമ്മതയും ധാരാളം ഊർജവും ധൈര്യവും മനസ്ഥൈര്യവുമുള്ള ആളായിരുന്നു ഹൈദരാലി. സമർത്ഥനായ ഒരു സൈനിക മേധാവിയും
കൗശലക്കാരനായ നയതന്ത്രജ്ഞനുമായിരുന്നു അദ്ദേഹം. അപ്പോൾ 1721 മൈസൂർ സൈന്യത്തിലേക്ക് ആര് വരുന്നത്? ഹൈദരാലി വരുന്നത്. അപ്പോൾ ആ സമയത്ത് നഞ്ചരാജും ദളവയായ ദേവരാജുമായിരുന്നു മൈസൂരിൻ്റെ ഭരണാധികാരി. അക്കാലത്ത് ചിക്ക കൃഷ്ണരാജായിരുന്നു മൈസൂരിൻ്റെ ഭരണാധികാരി, മൈസൂരിൻ്റെ രാജാവ്. പക്ഷെ അദ്ദേഹത്തെ പാവയാക്കിക്കൊണ്ട് സർവാധികാരിയായ നഞ്ചരാജും ദളവയായിട്ടുള്ള ദേവരാജും അധികാരം കയ്യിലാക്കിയിരുന്നു. ഈ സമയത്താണ് സൈന്യത്തിലേക്ക് ആര് വരുന്നത്? ഹൈദരാലി വരുന്നത്. 20 വർഷത്തിലേറെ കാലം മൈസൂർ ഉൾപ്പെട്ടിരുന്ന യുദ്ധങ്ങളിൽ ഹൈദരാലി തൻ്റെ അവസരം കണ്ടെത്തി. തൻ്റെ വഴിയിൽ വന്ന അവസരങ്ങൾ ബുദ്ധിപൂർവ്വം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ക്രമേണ മൈസൂർ സൈന്യത്തിൽ ഉയർന്നു വന്നു. പാശ്ചാത്യ സൈനിക അഭ്യാസത്തിൻ്റെ നേട്ടങ്ങൾ വേഗത്തിൽ തിരിച്ചറിഞ്ഞ അദ്ദേഹത്തിൻ്റെ അധികാരത്തിലുള്ള സൈന്യത്തിൽ പാശ്ചാത്യ സൈനികാഭ്യാസത്തിൻ്റെ നേട്ടങ്ങൾ അദ്ദേഹം മനസ്സിലാക്കി. എന്നിട്ട് അദ്ദേഹം തൻ്റെ സൈന്യത്തിൽ അത് പ്രാവർത്തികമാക്കാൻ തുടങ്ങി. അപ്പോൾ ഫ്രഞ്ച് വിദഗ്ധരുടെ സഹായത്തോടെ ഒരു ആധുനിക ആയുധപുര അദ്ദേഹം ഡിണ്ടിഗലിൽ സ്ഥാപിച്ചു. ഫ്രഞ്ചുകാരുടെ സഹായത്തോടെ എന്ത് സ്ഥാപിച്ചു? ഒരു ആധുനിക രീതിയിലുള്ള ആയുധപുര എവിടെ സ്ഥാപിച്ചു? ഡിണ്ടിഗലിൽ സ്ഥാപിച്ചു. 1761 നഞ്ചരാജിനെ അട്ടിമറിക്കുകയും മൈസൂർ രാജ്യത്തിൽ തൻ്റെ അധികാരം സ്ഥാപിക്കുകയും ചെയ്തു. പോളിഗാറുകളുടെ എന്ന് പറഞ്ഞാൽ യോദ്ധാക്കളായ മുഖ്യന്മാരുടെയും ജമീന്ദാർമാരുടെയും മേൽ അദ്ദേഹം പരിപൂർണമായ നിയന്ത്രണം ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. ബിഡനൂര്, സുൻഡ, സറ, കാനറ, മലബാർ എന്നീ സ്ഥലങ്ങൾ അദ്ദേഹം കീഴടക്കി. ഏതെല്ലാം സ്ഥലങ്ങളാണ്? ബിഡനൂര്, സുൻഡ, സറ, കാനറ, മലബാർ എന്നീ സ്ഥലങ്ങൾ അദ്ദേഹം കൈവശപ്പെടുത്തി. മലബാർ കൈവശം വയ്ക്കുന്നതിനുള്ള പ്രധാന കാരണം ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് ഒരു മാർഗം തുറന്നു കിട്ടാനുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹമായിരുന്നു. നിരക്ഷരനായിരുന്നെങ്കിലും കഴിവുറ്റ ഒരു ഭരണാധികാരിയായിരുന്നു അദ്ദേഹം. തൻ്റെ പ്രദേശങ്ങളിൽ അദ്ദേഹം മുഗൾ രീതിയും നികുതി സമ്പ്രദായങ്ങളും നടപ്പിലാക്കി. അപ്പോൾ ദുർബലവും വിഘടിതവുമായ ഒരു രാജ്യമായിരുന്ന സമയത്താണ് അദ്ദേഹം മൈസൂരിൻ്റെ അധികാരം ഏറ്റെടുക്കുന്നത്. താമസിയാതെ അതിനൊരു പ്രധാന ഇന്ത്യൻ ശക്തിയാക്കിയിട്ട് അദ്ദേഹം മാറ്റി. അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാന പ്രത്യേകത മതസഹിഷ്ണുതയ്ക്ക് അദ്ദേഹം നല്ല പ്രാധാന്യം നൽകിയിരുന്നു. അദ്ദേഹത്തിൻ്റെ ആദ്യ ദിവാനും മറ്റനേകം ഉദ്യോഗസ്ഥരും ഹിന്ദുക്കളായിരുന്നു. അതായത് മതത്തിൻ്റെ പരിഗണനയില്ലാതെ തൻ്റെ ജോലികളിൽ എന്ത് ചെയ്തു? എല്ലാവരെയും അദ്ദേഹം നിയമിച്ചിരുന്നു. അപ്പോൾ ഇതിൽ നമുക്ക് പ്രധാനമായിട്ട് നോക്കാനുള്ളത് 1721 ഒരു സൈനികനായിക്കൊണ്ട് ചിക്ക കൃഷ്ണരാജ രാജാവിൻ്റെ സൈനികനായിക്കൊണ്ടാണ് അദ്ദേഹം മൈസൂരിലെത്തുന്നത്. ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച അദ്ദേഹം നല്ല ബുദ്ധിമാനായിരുന്നു. ഈ സമയത്ത് സർവാധികാരിയായ നഞ്ചരാജും ദളവയായ ദേവരാജുമായിരുന്നു അധികാരം കൈക്കൊണ്ടിരുന്നത്. ഇവിടെ 20 വർഷങ്ങളോളം മൈസൂർ ഉൾപ്പെട്ട എല്ലാ യുദ്ധങ്ങളിലും പങ്കെടുക്കാനുള്ള അവസരം ആർക്ക് കിട്ടി? ഹൈദരാലിക്ക് കിട്ടി. അപ്പോൾ ഇതിൽ നിന്നും എങ്ങനെ മൈസൂരിൻ്റെ സൈന്യത്തെ പുനഃസംഘടിപ്പിക്കാമെന്നതിനെക്കുറിച്ച്, അതായത് പാശ്ചാത്യ രീതിയിലുള്ള സൈനിക സംവിധാനത്തിലൂടെ എങ്ങനെ മൈസൂരിനെ രക്ഷപ്പെടുത്താമെന്നുള്ള ഒരു ചിന്താഗതിയിലേക്ക് അദ്ദേഹം വന്നു. അപ്പോൾ ഫ്രഞ്ച് വിദഗ്ധരുടെ ധനസഹായത്തോടു കൂടി ഒരു ആധുനിക ആയുധപുര അദ്ദേഹം എവിടെ സ്ഥാപിച്ചു? ഡിണ്ടിഗലിൽ സ്ഥാപിച്ചു. 1761 നഞ്ചരാജിനെ അട്ടിമറിക്കുകയും മൈസൂർ രാജ്യത്തിൽ തൻ്റെ അധികാരം സ്ഥാപിക്കുകയും ചെയ്തു. 1761 നഞ്ചരാജിനെ അട്ടിമറിക്കുകയും മൈസൂർ രാജ്യത്തിൽ തൻ്റെ അധികാരം സ്ഥാപിക്കുകയും ചെയ്തു. അപ്പം നഞ്ചരാജിനെ അട്ടിമറിച്ചുകൊണ്ട് നമ്മുടെ ഹൈദരാലി അധികാരത്തിൽ വന്നത് എന്നാണ്? 1761. ഈ സമയത്ത് പോളിഗാറുകൾ എന്ന് പറയുന്ന, അതായത് യോദ്ധാക്കളായ മുഖ്യന്മാരുടെയും ജമീന്ദാർമാരുടെയും ഒരു വിഭാഗമുണ്ടായിരുന്നു. അവരെ അദ്ദേഹം ശക്തമായിട്ട് നിയന്ത്രിച്ചു. മാത്രമല്ല ബിഡനൂര്, സുൻഡ, സറ, കാനറ, മലബാർ എന്നീ സ്ഥലങ്ങളെ കീഴടക്കുകയും ചെയ്തു. അപ്പോൾ മലബാർ കൈവശം വയ്ക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്തായിരുന്നു? ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് ഒരു മാർഗം തുറന്നു കിട്ടണമെങ്കിൽ, അതായത് കച്ചവട വ്യാപാര തന്ത്രങ്ങൾ മുന്നോട്ട് വെക്കണമെങ്കിൽ മലബാർ കൈവശപ്പെടുത്തണമായിരുന്നു.
അപ്പോൾ അദ്ദേഹം ഒരു നിരക്ഷരനായിരുന്നെങ്കിലും നല്ല കഴിവുറ്റ ഒരു ഭരണാധികാരിയായിരുന്നു. അപ്പോൾ തൻ്റെ പ്രദേശങ്ങളിൽ അദ്ദേഹം മുഗൾ ഭരണത്തിൻ്റെ രീതിയും നികുതി സമ്പ്രദായങ്ങളും എല്ലാം നടപ്പിലാക്കി. അപ്പോൾ ദുർബലവും വിഘടിതവുമായ ഒരു രാജ്യമായിരുന്ന സമയത്താണ് അദ്ദേഹം മൈസൂരിനെ ഏറ്റെടുക്കുന്നതും താമസിയാതെ അദ്ദേഹം എന്ത് ചെയ്തു, ഇന്ത്യയിലെ ഒരു പ്രമുഖ ശക്തിയായിട്ട് മൈസൂരിനെ മാറ്റി. മാത്രമല്ല മതസഹിഷ്ണുതയിൽ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു നിയമനമായിരുന്നു ഉദ്യോഗങ്ങളിലൊക്കെ അദ്ദേഹം കൈക്കൊണ്ടിരുന്നത്. അതായത് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ദിവാനും മറ്റനേകം ഉദ്യോഗസ്ഥന്മാരും ആരായിരുന്നു? ഹിന്ദുക്കളായിരുന്നു. ഇനി അധികാരം സ്ഥാപിച്ചതിൻ്റെ തുടക്കം മുതൽ തന്നെ മറാത്ത സർദാർമാരുമായും നിസാമുമാരുമായിട്ടും ബ്രിട്ടീഷുകാരുമായും അദ്ദേഹം യുദ്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്നു. 1769 അദ്ദേഹം ബ്രിട്ടീഷുകാരെ ആവർത്തിച്ച് തോൽപ്പിക്കുകയും മദ്രാസ് കോട്ട വരെ അദ്ദേഹം എത്തുകയും ചെയ്തിരുന്നു. അപ്പോൾ 1769 അദ്ദേഹം എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാരെ തോൽപ്പിച്ചു. ഇപ്പം രണ്ടാമത്തെ ആംഗ്ലോ മൈസൂർ യുദ്ധത്തിനിടെ 1782 അദ്ദേഹം മരിച്ചു. അദ്ദേഹത്തിൻ്റെ മകൻ ടിപ്പു സ്ഥാനം വഹിക്കുകയും ചെയ്തു. 1782 അദ്ദേഹത്തിൻ്റെ മരണം. 69 ബ്രിട്ടീഷുകാരെ തോൽപ്പിച്ചു. നെക്സ്റ്റ് രണ്ടാമത്തെ ആംഗ്ലോ മൈസൂർ യുദ്ധത്തിന് ഇടയ്ക്ക് വെച്ചിട്ട് 1782 ആര് മരിച്ചു? ഹൈദരാലി മരിച്ചു. മകൻ ടിപ്പു അധികാരം ഏറ്റെടുക്കുകയും ചെയ്തു. അപ്പോൾ 1799 ബ്രിട്ടീഷുകാരുടെ കൈകളാൽ മരണപ്പെടുന്നത് വരെ മൈസൂർ ഭരിച്ച ടിപ്പു സുൽത്താന് സങ്കീർണമായ സ്വഭാവമുള്ള ഒരു മനുഷ്യനായിരുന്നു. അപ്പോൾ 1782 ഹൈദരാലി മരിച്ചതിന് ശേഷം ടിപ്പു അധികാരത്തിൽ വന്നു. 1799 ടിപ്പു അന്തരിച്ചു. അപ്പോൾ അദ്ദേഹം ഒരു കണ്ടുപിടുത്തക്കാരനായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ കാലത്തിനൊത്ത് മാറാനുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തിൻ്റെ ഒരു ഫലമാണ് അദ്ദേഹം കണ്ടുപിടിച്ച പുതിയ കലണ്ടർ, നാണയവ്യവസ്ഥ, തൂക്കങ്ങളുടെ ത്രാസും അളവുകളുമൊക്കെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ഗ്രന്ഥശാല മതം, ചരിത്രം, സൈനിക ശാസ്ത്രം, വൈദ്യം, ഗണിതശാസ്ത്രം എന്നീ വിഷയ വൈവിധ്യമുള്ള പുസ്തകങ്ങൾ ഉൾക്കൊള്ളുന്നതായിരുന്നു. പുസ്തകത്തിൽ അദ്ദേഹം വളരെയധികം താല്പര്യം കാണിച്ചു. അദ്ദേഹം ശ്രീരംഗപട്ടണത്തിൽ ഒരു സ്വാതന്ത്ര്യ മരം നടുകയും ഒരു യാക്കോബിയൻ സംഘത്തിൽ അംഗമാകുകയും ചെയ്തു. അപ്പോൾ ഇന്ത്യൻ സൈന്യങ്ങളുടെ ഇടയിൽ പൊതുവായ അച്ചടക്കരാഹിത്യം നിലവിലിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ സൈന്യം അവസാനം വരെ വിശ്വസ്തതയും അച്ചടക്കമുള്ളവരുമായി നിലകൊണ്ടു എന്നത് അദ്ദേഹത്തിൻ്റെ സംഘടനാ പാഠവും തെളിയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ്. അപ്പോൾ ഇന്ത്യൻ സൈന്യങ്ങൾക്കിടയിൽ അച്ചടക്കരാഹിത്യം നിലനിരുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ സൈന്യം എന്ത് ചെയ്തത്? അവസാനം വരെ അദ്ദേഹത്തോടൊപ്പം വിശ്വസ്തരായി നിലനിന്നിരുന്നു എന്നത് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ജാഗ്രകൾ നൽകുന്ന സമ്പ്രദായം അവസാനിപ്പിക്കാനും അങ്ങനെ രാജ്യത്തിൻ്റെ വരുമാനം കൂട്ടാനും അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ പോളിഗാറുകളുടെ പാരമ്പര്യ സ്വത്തുക്കൾ, നമുക്കറിയാം പോളിഗാറുകൾ എന്ന് പറഞ്ഞാൽ യോദ്ധാക്കളായിട്ടുള്ള മുഖ്യന്മാരും ജമീന്ദാർമാരും അറിയുന്ന ഒരു വിഭാഗമാണ്. ഇവരുടെ പാരമ്പര്യ സ്വത്തുക്കൾ കുറയ്ക്കാനും കൃഷിക്കാരനും രാജ്യത്തിനുമിടയിലെ മധ്യവർത്തികളെ ഇല്ലാതാക്കാനും ഒരു ശ്രമം അദ്ദേഹം നടത്തി. എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ നികുതി സമകാലീനരായിരുന്ന മറ്റ് ഭരണാധികാരികളുടെ അത്ര തന്നെ ഉയർന്നതായിരുന്നു. അപ്പം മൊത്തം ഉൽപാദനത്തിൻ്റെ 1/3 ആയിരുന്നു അത് ഉണ്ടായിരുന്നത്. എന്നാൽ നിയമവിരുദ്ധമായ പിരിവുകൾ അദ്ദേഹം തടഞ്ഞു. നികുതി അടവിന് ഇളവ് നൽകുന്നതിൽ ഉദാരമതിയായിരുന്നു അദ്ദേഹം. ഒരു കണ്ടുപിടുത്തക്കാരനായിരുന്നതുകൊണ്ട് കാലത്തിനനുസരിച്ചുള്ള നാണയ വ്യവസ്ഥ, പുതിയ കലണ്ടർ, അതുപോലെ തൂക്കങ്ങളുടെ ത്രാസും അളവുകളുമൊക്കെ അദ്ദേഹം കണ്ടെത്തി. അദ്ദേഹത്തിന് സ്വന്തമായിട്ടുള്ളൊരു സ്വകാര്യ ഗ്രന്ഥശാല ഉണ്ടായിരുന്നു. അവിടെ ഏതൊക്കെ വിഷയങ്ങൾ പഠന വിധേയമാക്കി? മതം, ചരിത്രം, സൈനിക ശാസ്ത്രം, വൈദ്യം, ഗണിത എന്നീ വിഷയങ്ങളിൽ അടങ്ങിയ ഗ്രന്ഥങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ ഫ്രഞ്ച് വിപ്ലവത്തിൽ അദ്ദേഹം വളരെയധികം താല്പര്യം കാണിച്ചു. അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ഗ്രന്ഥശാലയിൽ മതം, ചരിത്രം, സൈനിക ശാസ്ത്രം, വൈദ്യം, ഗണിതശാസ്ത്രം എന്നീ വിഷയങ്ങൾ അടങ്ങിയ ഗ്രന്ഥങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. മാത്രമല്ല ഫ്രഞ്ച് വിപ്ലവത്തിൽ അദ്ദേഹം വളരെയധികം താല്പര്യം കാണിച്ചു. അതിനോടുള്ള ഒരു കൂറെന്ന നിലയിൽ, അതിനോട് ഐക്യദാർഢ്യം എന്ന നിലയിൽ അദ്ദേഹം ശ്രീരംഗപട്ടണത്ത് ഒരു സ്വതന്ത്ര മരം നടുകയും ഒരു യാക്കോബിയൻ സംഘത്തിൽ അംഗമാകുകയും ചെയ്തു. അപ്പോൾ ഇന്ത്യൻ സൈന്യങ്ങളുടെ ഇടയിൽ പൊതുവായ അച്ചടക്കരാഹിത്യം നിലവിലിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ സൈന്യം പൂർണ്ണ വിശ്വസ്തയോടും അച്ചടക്കത്തോടുമായിരുന്നു നിലനിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ജാഗ്രകൾ നൽകുന്ന സമ്പ്രദായം അവസാനിപ്പിക്കാനും അങ്ങനെ രാജ്യത്തിൻ്റെ വരുമാനം കൂട്ടാനും അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ പോളിഗാറുകളുടെ പാരമ്പര്യ സ്വത്തുക്കൾ കുറയ്ക്കാനും
കൃഷിക്കാരനും രാജ്യത്തിനുമിടയിലെ മധ്യവർത്തികളെ ഇല്ലാതാക്കാനും അദ്ദേഹം ശ്രമിച്ചു. അതായത് പോളിഗാറുകൾ അമിതമായി ഭൂമി കൈവശം വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് കുറച്ചിട്ട് കൃഷിക്കാരനും രാജ്യത്തിനുമിടയിലുള്ള മധ്യവർത്തികളെ അങ്ങോട്ട് ഇല്ലാതാക്കാൻ അദ്ദേഹം ഒരു ശ്രമം നടത്തി. എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ ഭൂനികുതി സമകാലീനായിരുന്ന മറ്റു ഭരണാധികാരികളുടെ അത്ര തന്നെ ഉയർന്നതായിരുന്നു. അപ്പോൾ മൊത്തം ഉൽപ്പാദനത്തിൻ്റെ 1/3 നികുതി അടയ്ക്കേണ്ടതുണ്ടായിരുന്നു. എന്നാൽ നികുതി അടയ്ക്കുന്ന സമയത്ത് ഇളവുകൾ നൽകുന്നതിൽ അദ്ദേഹം ഉദാരമതിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലാൾപ്പടയ്ക്ക് യൂറോപ്യൻ രീതിയിലുള്ള തോക്കുകളും ബയണറ്റുകളും നൽകിയിട്ടുണ്ടായിരുന്നു. അവ നിർമ്മിച്ചിരുന്നത് മൈസൂരിലായിരുന്നു. അപ്പോൾ 1796 ശേഷം ഒരു ആധുനിക നാവികസേന കെട്ടിപ്പടുക്കാനും അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഈ ആവശ്യത്തിനായി 2 ഡോക്യാർഡുകൾ അദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ കപ്പലുകൾക്കുള്ള മാതൃകകൾ നൽകിയത് സുൽത്താൻ തന്നെയായിരുന്നു. വ്യക്തി ജീവിതത്തിൽ അദ്ദേഹത്തിന് ഒരു തരത്തിലുള്ള ദൂഷ്യങ്ങളും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല ആർഭാടങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ടും അദ്ദേഹം മുക്തനായിരുന്നു. അസാമാന്യ ധീരതയുള്ള ഒരു മഹത് വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. ഒരു സൈന്യാധിപൻ എന്ന നിലയിൽ സമർത്ഥനമായിരുന്നു. ഇനി ചെമ്മരിയാടായി ഒരു ജീവിതകാലം മുഴുവൻ ജീവിക്കുന്നതിനേക്കാൾ സിംഹമായി ഒരു ദിവസം ജീവിക്കുന്നതാണ് നല്ലത് എന്ന് അദ്ദേഹം താല്പര്യത്തോടെ പറയാറുണ്ടായിരുന്നു. അപ്പോൾ ഈ വിശ്വാസമനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കവെയാണ് ശ്രീരംഗപട്ടണത്തിൻ്റെ വാതിൽക്കൽ അദ്ദേഹം യുദ്ധം ചെയ്തു മരിക്കുന്നത്. എന്നാൽ അദ്ദേഹം പ്രവർത്തനങ്ങളിൽ തിടുക്കം കാണിക്കുന്നവനും സ്വഭാവത്തിൽ സ്ഥിരതയില്ലാത്തവനുമായിരുന്നു. ഇംഗ്ലീഷുകാർ ദക്ഷിണേന്ത്യക്കും അതുപോലെ ഇന്ത്യയിലെ മറ്റേതൊരു ശക്തിക്കും നേരെ ഭീഷണിയാണെന്ന് ഒരു രാജ്യതന്ത്രജ്ഞൻ എന്ന നിലയിൽ 18ാം നൂറ്റാണ്ടിലുണ്ടായിരുന്ന ഇന്ത്യയിലെ ഏത് ഭരണാധികാരിയേക്കാളും അദ്ദേഹം നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ഉയർന്നു വന്ന ഇംഗ്ലീഷ് ശക്തിയുടെ നിതാന്ത വൈരിയായിട്ട് അദ്ദേഹം നിലകൊണ്ടു. ഇന്ത്യയിൽ തങ്ങളുടെ ഏറ്റവും അപകടകാരിയായ ശത്രുവായി ഇംഗ്ലീഷുകാരെ അദ്ദേഹം നോക്കിക്കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞത്, അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലാൾപ്പടയിൽ യൂറോപ്യൻ രീതിയിലുള്ള തോക്കുകളും ബയനറ്റുകളും ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ തോക്കുകളും ബയനറ്റുകളും നിർമ്മിച്ചത് എവിടെ വെച്ചിട്ടാണ്? മൈസൂരിൽ വെച്ചിട്ടാണ്. അതുപോലെ 1796 ശേഷം ഒരു ആധുനിക നാവികസേന കെട്ടിപ്പടുക്കാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനു വേണ്ടി ഡോക്യാർഡുകൾ നിർമ്മിച്ചു. ആധുനിക രീതിയിലുള്ള നാവികസേന കെട്ടിപ്പടുക്കാൻ വേണ്ടി 1796 ശേഷം അദ്ദേഹം 2 ഡോക്യാർഡുകൾ നിർമ്മിച്ചു. അപ്പോൾ ഇതിൽ കപ്പലിൻ്റെ മാതൃകകൾ അദ്ദേഹം തന്നെയാണ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വ്യക്തി ജീവിതത്തിലെ ദൂഷ്യങ്ങളില്ലാതിരുന്ന, ആർഭാടങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിന്നിരുന്ന അസാമാന്യ ധീരനായിരുന്ന അദ്ദേഹം ഒരു സൈന്യാധിപൻ എന്ന നിലയിൽ അതിസമർത്ഥനായ വ്യക്തിയും കൂടിയായിരുന്നു. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഒരു കോട്ടിങ്സ് ഉണ്ട്. അതായത് ചെമ്മരിയാടായി ഒരു ജീവിതകാലം മുഴുവൻ ജീവിക്കുന്നതിനേക്കാൾ സിംഹമായി ഒരു ദിവസം ജീവിക്കുന്നതാണ് നല്ലത് എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ ജീവിക്കുന്നതിനിടയിലാണ് ശ്രീരംഗപട്ടണത്ത് വെച്ച് യുദ്ധത്തിനിടയിൽ അദ്ദേഹം മരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഇംഗ്ലീഷുകാർ ദക്ഷിണേന്ത്യക്ക് മാത്രമല്ല ഇന്ത്യക്ക് തന്നെ ഒരു ശക്തമായിട്ടുള്ള എതിരാളിയാണെന്ന് അദ്ദേഹം മനസ്സിലാക്കുകയും അതിനെതിരെ അദ്ദേഹം ശക്തമായിട്ട് നിലകൊള്ളുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഏറ്റവും വലിയ അപകടകാരിയായിട്ടായിരുന്നു ഇംഗ്ലീഷുകാർ കണ്ടിരുന്നത്. സമകാലിക സാമ്പത്തിക പിന്നോക്കാവസ്ഥയിൽ നിന്ന് മുക്തമായില്ലെങ്കിലും ഹൈദരാലിക്കും ടിപ്പുവിനും കീഴിൽ മൈസൂർ സാമ്പത്തികമായി സജീവമായി തീർന്നു. പ്രത്യേകിച്ചും അതിൻ്റെ തൊട്ട് മുമ്പുള്ള കാലഘട്ടവുമായും രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളുമായും താരതമ്യപ്പെടുത്തുമ്പോൾ 1799 ടിപ്പുവിനെ തോൽപ്പിച്ച് വധിച്ച ശേഷം മൈസൂർ കൈയടക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രദേശമായിരുന്ന മദ്രാസിലെ കർഷകരേക്കാൾ സമൃദ്ധമായ അവസ്ഥയായിരുന്നു മൈസൂരിലെ കർഷകരുടേതെന്ന് ബ്രിട്ടീഷുകാരെ അത്ഭുതപ്പെടുത്തിയിരുന്നു. അതായത് സമകാലിക സാമ്പത്തിക പിന്നോക്കാവസ്ഥയിൽ നിന്നും മുക്തമായിട്ടില്ല എങ്കിലും ഹൈദരാലിക്കും ടിപ്പുവിനും കീഴിൽ മൈസൂർ സാമ്പത്തിക നില അത്യാവശ്യം നല്ല നിലയിലായിരുന്നു. പ്രത്യേകിച്ചും അതിൻ്റെ തൊട്ട് മുമ്പുള്ള കാലഘട്ടവുമായി താരതമ്യപ്പെടുത്തുന്ന സമയത്ത്. അപ്പോൾ 1799 ടിപ്പുവിനെ തോൽപ്പിച്ച് വധിച്ച ശേഷം മൈസൂർ കൈയടക്കുന്ന സമയത്ത് മൈസൂരിലെ കർഷകരുടെ അവസ്ഥ കണ്ടപ്പോൾ ബ്രിട്ടീഷുകാർക്ക് അത്ഭുതമായി. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ മറ്റ് പ്രദേശങ്ങളിലുള്ള കർഷകരുടെ അത്ര പരിതാപകരമായ അവസ്ഥ ആയിരുന്നില്ല ആർക്കുണ്ടായിരുന്നത്, നമ്മുടെ ടിപ്പുവിൻ്റെ പ്രദേശമായ മൈസൂരിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ 1793 മുതൽ 98 വരെ ഗവർണർ ജനറൽ ആയിരുന്ന സർ ജോൺ ഷോറ് പിന്നീട് എഴുതുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ പ്രദേശങ്ങളിലെ കർഷകർ സംരക്ഷിക്കപ്പെടുകയും പ്രയത്നം പ്രോത്സാഹിക്കപ്പെടുകയും പ്രതിഫലം നൽകപ്പെടുകയും ചെയ്തിരുന്നു.
ടിപ്പുവിൻ്റെ മൈസൂരിനെ കുറിച്ച് മറ്റൊരു ബ്രിട്ടീഷ് നിരീക്ഷകൻ എഴുതി, നന്നായി കൃഷി ചെയ്യപ്പെട്ടതും അധ്വാനശീലരായ ജനങ്ങൾ വസിക്കുന്നതും പുതിയ പട്ടണങ്ങൾ സ്ഥാപിക്കപ്പെട്ടതും കച്ചവടം വളർന്നുകൊണ്ടിരിക്കുന്നതും എന്നുള്ള രീതിയിൽ എഴുതി. അപ്പോൾ ആധുനിക കച്ചവടത്തിൻ്റെയും വ്യവസായത്തിൻ്റെയും പ്രാധാന്യം ടിപ്പു മനസ്സിലാക്കിയിരുന്നു. വാസ്തവത്തിൽ സൈനിക ശക്തിയുടെ അടിസ്ഥാനമെന്ന നിലയിൽ സാമ്പത്തിക ശക്തിയുടെ പ്രാധാന്യം ഇന്ത്യയിലെ ഭരണാധികാരികളിൽ അദ്ദേഹം മനസ്സിലാക്കി. വിദേശികളെ തൊഴിൽ വിദഗ്ധരായി കൊണ്ടുവന്നും അനേകം വ്യവസായങ്ങൾക്ക് സഹായം നൽകിയും ഇന്ത്യയിലെ ആധുനിക വ്യവസായങ്ങൾ നടപ്പിലാക്കുവാൻ അദ്ദേഹം ചില ശ്രമങ്ങൾ നടത്തി. വിദേശ വാണിജ്യം മെച്ചപ്പെടുത്താനായി അദ്ദേഹം ഫ്രാൻസ്, തുർക്കി, ഇറാൻ, പെഗു, മ്യാൻമർ എന്നിവിടങ്ങളിലേക്ക് ദൂതന്മാരെ അയച്ചു. ചൈനയുമായും കച്ചവടം ചെയ്തു. യൂറോപ്യൻ കമ്പനികളുടെ രീതിയിൽ ഒരു കച്ചവട കമ്പനി രൂപീകരിക്കാനും അവരുടെ കച്ചവട തന്ത്രങ്ങൾ പ്രയോഗിക്കാനും അദ്ദേഹം ശ്രമിച്ചു. തുറമുഖ പട്ടണങ്ങളിൽ രാജ്യത്തിൻ്റെ വകയായിട്ടുള്ള കച്ചവട സ്ഥാപനങ്ങൾ ഉറപ്പിച്ചുകൊണ്ട് റഷ്യയുമായും അറേബ്യയുമായും കച്ചവടം വളർത്താൻ അദ്ദേഹം ശ്രമം നടത്തി. അപ്പം വിദേശ ബന്ധങ്ങൾക്കും അദ്ദേഹം പ്രാധാന്യം കൊടുത്തിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പം ഇതിൽ നിന്ന് അതായത് സമകാലിക മറ്റു പ്രദേശങ്ങളെ അപേക്ഷിച്ച് കർഷകരുടെ അവസ്ഥ ഏറ്റവും നല്ല നിലയിലായിരുന്നു എന്ന് നിരീക്ഷകന്മാരുടെ കോട്ടിങ്സിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 1793 മുതൽ 98 വരെ ഗവർണർ ജനറൽ ആയിരുന്ന വ്യക്തിയായിരുന്നു സർ ജോൺ ഷോർ. അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ പ്രദേശങ്ങളിലെ കർഷകർ സംരക്ഷിക്കപ്പെടുകയും പ്രയത്നം പ്രോത്സാഹിപ്പിക്കപ്പെടുകയും പ്രതിഫലം നൽകപ്പെടുകയും ചെയ്തിരുന്നുവെന്ന്. അപ്പോൾ ഇത്തരത്തിൽ അക്കാലത്തെ നിരീക്ഷകരുടെയും ഗവർണർമാരുടെയും കോട്ടിങ്സിൽ നിന്ന് എത്രത്തോളം പ്രാധാന്യമാണ് കർഷകരുടെ സാമ്പത്തിക പുരോഗതിക്ക് ടിപ്പു നൽകിയിരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഒരു മത തീവ്രവാദി എന്ന് ചില ബ്രിട്ടീഷ് ചരിത്രകാരന്മാർ ടിപ്പുവിനെ വിവരിക്കുന്നുണ്ട്. എന്നാൽ ഇത് വസ്തുതയ്ക്ക് നിരക്കുന്ന കാര്യമല്ല. മതവീക്ഷണത്തിൽ അദ്ദേഹം യാഥാസ്ഥികനായിരുന്നുവെങ്കിലും യഥാർത്ഥത്തിൽ മതസഹിഷ്ണുതയുള്ളവനും മറ്റു മതങ്ങളുടെ നേരെയുള്ള സമീപനത്തിൽ പ്രബുദ്ധനുമായിരുന്നു. 1791 മറാത്ത കുതിരപ്പടയാളികൾ ശൃംഗേരി ക്ഷേത്രം കൊള്ളയടിച്ചതിന് ശേഷം അവിടെ ശാരദാദേവിയുടെ പ്രതിഷ്ഠ സ്ഥാപിക്കുവാൻ അദ്ദേഹം സാമ്പത്തിക സഹായം നൽകി. ഈ ക്ഷേത്രത്തിനും അതുപോലെ മറ്റനേകം ക്ഷേത്രങ്ങൾക്കും അദ്ദേഹം പതിവായി ദാനങ്ങൾ നൽകിയിരുന്നു. പ്രശസ്തമായ രംഗനാഥ ക്ഷേത്രം അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ നിന്ന് ഒരു 100 വാര അകലെ മാത്രമാണ് സ്ഥിതി ചെയ്യുന്നത്. തൻ്റെ ഹൈന്ദവ ക്രിസ്തീയ പ്രജകളിൽ മിക്കവരെയും താല്പര്യത്തോടെയും സഹിഷ്ണുതയോടെയും കരുതിയപ്പോൾ മൈസൂരിനെതിരെ ബ്രിട്ടീഷുകാരെ സഹായിച്ച ഹൈന്ദവരുടെയും ക്രൈസ്തവരുടെയും നേരെ കർക്കശമായിട്ടുള്ള നിലപാട് അദ്ദേഹം സ്വീകരിച്ചിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത് അദ്ദേഹത്തെ ബ്രിട്ടീഷ് ചരിത്രകാരന്മാർ ഏത് രീതിയിൽ കാണുന്നുണ്ട്? മത തീവ്രവാദി എന്ന് കാണുന്നുണ്ട്. പക്ഷേ അത് ശരിയായിരുന്നില്ല. കാരണം സ്വന്തം വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹം യാഥാസ്ഥികനായിരുന്നെങ്കിലും മറ്റു മതങ്ങളോട് പൂർണ്ണ സഹിഷ്ണുത കാണിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം മറാത്ത കുതിരപ്പടയാളികൾ ശൃംഗേരി ക്ഷേത്രം 1791 മറാത്ത കുതിരപ്പടയാളികൾ ശൃംഗേരി ക്ഷേത്രം കൊള്ളയടിച്ചതിന് ശേഷം അവിടെ ശാരദാദേവിയുടെ പ്രതിഷ്ഠ സ്ഥാപിക്കുവാൻ അദ്ദേഹത്തിൻ്റെ ധനസഹായം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ക്ഷേത്രത്തിനും അതുപോലെ മറ്റനേകം ക്ഷേത്രങ്ങൾക്കും അദ്ദേഹം നിരന്തരം ദാനങ്ങൾ നൽകാറുണ്ടായിരുന്നു. പ്രശസ്തമായിട്ടുള്ള രംഗനാഥ ക്ഷേത്രം അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ നിന്ന് 100 വാര മാത്രം അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഒരു ഹൈന്ദവ വിരുദ്ധനായിരുന്നെങ്കിൽ അല്ലെങ്കിൽ മത തീവ്രവാദി ആയിരുന്നെങ്കിൽ ഒരിക്കലും തന്നെ ഇത്തരത്തിലുള്ള കർമ്മങ്ങളൊന്നും അദ്ദേഹം ചെയ്യുമായിരുന്നില്ല. മാത്രമല്ല ഹൈന്ദവ ക്രിസ്തീയ പ്രജകളിൽ ആരെങ്കിലും ബ്രിട്ടീഷ് അനുകൂലമായി പെരുമാറിയ അവർക്കെതിരെ ശക്തമായിട്ടുള്ള, അത് ഹൈന്ദവരായാലും മുസ്ലിങ്ങളായാലും ക്രിസ്ത്യാനികളായാലും അവർക്ക് ശക്തമായ നിലപാടെടുക്കാൻ ടിപ്പു മടിച്ചിരുന്നില്ല. ഇത്രയാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് പറയാനുള്ളത്. ഇനി കേരളത്തിലെ 18ാം നൂറ്റാണ്ടിലെ അവസ്ഥ എങ്ങനെയുള്ളതായിരുന്നു എന്ന് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. ഓക്കെ, താങ്ക്